കുട്ടികളുടെ ആനുവൽ എക്സാമിനേഷൻ ഏതാണ്ട് തീരുന്ന സമയമാണ്. ഇന്ന് പാരന്റ്സ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന സാധനം ഏറ്റവും നല്ല വെക്കേഷൻ പ്രോഗ്രാം ഏതാണ്, സമ്മർ ക്യാമ്പ് ഏതാണ് എന്നൊക്കെ. ഞാൻ ഈ പല സമ്മർ ക്യാമ്പ്സിന്റെയും വെക്കേഷൻ പ്രോഗ്രാംസിന്റെയും ഒക്കെ പോസ്റ്റേഴ്സ് കാണും. അപ്പോൾ അതിനകത്ത് കൂടുതലും കാണുന്നത് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരു സൈഡിൽ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഈ വേദിക് മാത്തമാറ്റിക്സ്, സ്കിൽ ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാംസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള പല പ്രോഗ്രാംസ് ആണ്. അത് കുട്ടികൾക്ക് പിന്നെയും ഒരു പഠിത്തത്തിന്റെ ഒരു ടെൻഷനും സ്ട്രെസ്സും തന്നെയാണ് നമ്മൾ ഈ വെക്കേഷൻ പ്രോഗ്രാമിനെ കൊടുക്കുന്നത്. ഈ വെക്കേഷന് നിങ്ങൾ ഏറ്റവും കൂടുതലധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. കാര്യം ഈ വെക്കേഷൻ പ്രോഗ്രാമിനെല്ലാം പോയതിനു ശേഷം കുട്ടികൾ ഫ്ലാറ്റിൽ വന്നിരുന്നിട്ട് കൂടുതലും മൊബൈലിലായിരിക്കും അവരുണ്ട്. അപ്പൊ ഇതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിങ്ങളൊരു വെക്കേഷൻ പ്രോഗ്രാം കണ്ടുപിടിക്കുക, കളികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ പണ്ട് കളിച്ച കുറെ ഗ്രൂപ്പ് ഗെയിംസ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഗെയിംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വെക്കേഷൻ പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് ഒന്ന്, മൊബൈൽ അഡിക്ഷൻ കുറയും എന്നുള്ളതാണ്. രണ്ട്, അവരുടെ പല സോഷ്യൽ സ്കിൽസും അവരറിയാതെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. മൂന്ന്, അവർക്കൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയുന്നുള്ളതാണ്. അവർക്കൊരു സോഷ്യൽ ഗ്യാതറിങ്ങും കൂടെ ആവും. അതുപോലെ തന്നെ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ആ സമ്മർ ക്യാമ്പിൽ അല്ലെങ്കിൽ വെക്കേഷൻ പ്രോഗ്രാമിന് പങ്കെടുക്കും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ മാനസിക സന്തോഷം ഈ വെക്കേഷന് കൂട്ടാനും നമുക്ക് സാധിക്കും. അതുപോലെ അവരുടെ ഭാവി ശോഭനമാക്കാനും നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ ഗെയിംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ പ്രോഗ്രാമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും.